കപ്പ വെച്ചിട്ടൊരു വിഭവം തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. കപ്പ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് കഷ്ണം വെട്ടിയെടുക്കാം. നമ്മളിവിടെ ബീഫ് വാങ്ങുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കപ്പയും ബീഫും കൂടി ഉണ്ടാക്കും. അല്ലെങ്കിൽ അങ്ങനെ കപ്പ വാങ്ങിക്കാറൊന്നുമില്ല. ഒരിതാൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഫൂഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കപ്പ വാങ്ങിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. ആദ്യമായിട്ട് നമ്മൾ കപ്പൊക്കെ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കപ്പ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മളുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് കുറേശ്ശായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചാൽ കപ്പ വേഗത്തിൽ അരഞ്ഞ് കിട്ടും. 1-2 പ്രാവശ്യം ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ 3 പ്രാവശ്യം ഇട്ടിട്ടാണ് ഇത് അരച്ചെടുത്തത്. നമ്മൾ എത്രയാണോ കപ്പ എടുക്കുന്നത് അതിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് 1-2 പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇവിടെ ഇതിന് പൂളക്കിഴങ്ങ് എന്നാണ് കൂടുതലും പറയൽ. കപ്പ എന്ന് പറയലില്ല. കൊള്ളിക്കിഴങ്ങ്, പൂളക്കിഴങ്ങ് എന്നൊക്കെ പറയും. പൂളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ട്. അതുകൊണ്ടാണ് കപ്പ എന്ന് പറയുന്നത്. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. നമ്മൾ അരച്ചെടുത്ത കപ്പ ഈ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ നമ്മളിത് ഇളക്കിയെടുക്കണം. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഇതിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോൺ സ്റ്റിക്കാണ് കൂടുതൽ നല്ലത്. ഞാൻ ഈ പാത്രത്തിലേക്ക് അരച്ചൊഴിച്ചു. അപ്പോൾ അതങ്ങനെ തന്നെ വെച്ചു. ഇനി ഞാൻ ഈ പാത്രം മാറ്റി കൊടുക്കാൻ പോവുകയാണ്. ഫ്ലെയിം വളരെ സിമ്മിലാക്കിയിട്ട് വേണം ഇത് ഇളക്കിയെടുക്കാൻ, അല്ലെങ്കിൽ എന്തായാലും അടി പിടിച്ച് പോകും. അപ്പോൾ ഞാൻ ഈ പാത്രം മാറ്റിയിട്ട് ഒരു ഫ്രൈ പാനിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഒന്നുകിൽ നമ്മൾ കപ്പ അരച്ചെടുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മളിത് സ്റ്റവിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ ഞാൻ ഫ്രൈ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതേ പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ഫ്രൈ പാനാണെങ്കിലും വേറെ പാത്രമാണെങ്കിലൊക്കെ വെച്ച് കൊടുക്കാൻ. അടി പിടിച്ചാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും. മീൻകറിയും ബീഫൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഈ കപ്പ വെച്ചിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഇതേവരെ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റോട് കൂടിയുള്ളതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ കപ്പ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇത് തയ്യാറാക്കിയാൽ ഇഷ്ടം തോന്നുള്ളൂ, അല്ലാത്തവർക്ക് ഇഷ്ടം വരില്ല. അപ്പോൾ കപ്പ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത്രയും ഇതിന് പണിയുള്ളൂ. എന്നിട്ട് നമ്മൾ കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ പരുവത്തിൽ കിട്ടും. ഇത് നമുക്കിങ്ങനെ കട്ടായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ മീൻകറി തയ്യാറാക്കിയതുണ്ട്. അത് വെച്ചിട്ടാണ് ഞങ്ങളിത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇവിടെ ഉള്ള കുട്ടികൾക്കൊന്നും പൂള കഴിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അവരാരും കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്കിത് ഉണ്ടാക്കിയത് നല്ല ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ വന്ന് അവരാരും കഴിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.